ഫ്രണ്ട്സ്, അങ്ങനെ മലേഷ്യയിലെ കോലാലംപൂർ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം പോകുന്നത് ആ കാണുന്ന ടവറിലേക്ക്. അതാണ് KL ടവർ അഥവാ കോലാലംപൂർ ടവേഴ്സ്. മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനിൽ ഒരെണ്ണമാണ് ഈ KL ടവർ. പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം കൂടിയാണിത്. 421 മീറ്ററാണ് KL ടവറിൻ്റെ മൊത്തം ഉയരം വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 7ാമത്തെ ടവറാണ് KL ടവർ. ടവറിലേക്കുള്ള എൻട്രി അതുപോലുള്ള ടിക്കറ്റ് കൗണ്ടേഴ്സ് എല്ലാം അതിൻ്റെ ബേസ്മെൻറ്റിലാണ് വരുന്നത്. ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം, അല്ലാതെ അവിടെ ഡയറക്റ്റ് കിയോസ്കിൽ നിന്നും എടുക്കാൻ പറ്റും. ഇന്ത്യൻ മണി ഏകദേശം 2000-2200 റേഞ്ചിലാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി. 300ാമത്തെ മീറ്ററിൻ്റെ ആ ഒരു ലെവലിലൊരു സ്കൈ ഡെക്കുണ്ട്. അങ്ങോട്ടേക്കാണ് ലിഫ്റ്റ് പോകുന്നത്. എത്ര ഉയരത്തിലെത്തി എന്നുള്ള കണക്കൊക്കെ നമുക്ക് ആ ഡിസ്പ്ലേയിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 300 മീറ്ററിന് ഉയരത്തിലുള്ള TH5 ആ ഒരു ഡെക്കിലേക്ക് അങ്ങനെ ഇറങ്ങി. ഡയറക്റ്റ് ചെന്നിറങ്ങുമ്പോൾ കാണുന്നൊരു വ്യൂ ഉണ്ട്. മോനെ അടിപൊളി കേട്ടോ. മൊത്തം കോലാലംപൂർ സിറ്റി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ പോയ ദിവസം പിന്നെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അത്ര ക്ലിയർ ആയില്ല. മലേഷ്യയിലെ ലാൻഡ്മാർക്കായ പെട്രോണാസ് ടവേഴ്സൊക്കെ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു ഓപ്പൺ ഡെക്കാണ്. 1996 ഇത് ഓപ്പൺ ചെയ്തത്. ഈ ആൾക്കാർ തള്ളിപ്പിടിച്ച് നിൽക്കുന്ന പോലെ ഫോട്ടോ എടുക്കുന്ന ഒരു കെട്ടിടമാണ് മെർഡേക്ക 118. ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ 2ാമത്തെ കെട്ടിടമാണത്. 2227 അടിയാണ് ആ ഒരു കെട്ടിടത്തിൻ്റെ ഉയരം വരുന്നത്. മലേഷ്യയിലെ കോലാലംപൂർ സിറ്റി അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെയുള്ളൊരു സിറ്റിയാണ്. കേരളം പോലുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഈ കാണുന്ന സ്കൈ ബോക്സിൽ കയറി ഫോട്ടോ എടുക്കുന്നതിന് 10 റിങ്കറ്റാണ്, അതായത് 200 രൂപ ഒരാൾക്ക്. ഫുള്ളി ക്ലൗഡി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലേക്ക് കയറിയില്ല. അവിടുന്ന് അടുത്ത ലിഫ്റ്റ് വഴി 276 മീറ്ററിലേക്കുള്ള ഒരു ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് പോകുന്നത്. ഇത് പക്ഷേ മുകളിൽ കണ്ട പോലത്തെ ഒരു ഓപ്പൺ ഡെക്കല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഡെക്കാണ്. ഫുള്ള് മഴയും മേഘവും കാരണം അത്ര ക്ലിയർ ആയിരുന്നില്ല വിഷൻസൊക്കെ. ചെറിയൊരു ടെലസ്കോപ്പ് പോലുള്ളൊരു സംവിധാനം അവിടെ വെച്ചിട്ടുണ്ട്, ആ ഒരു പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറുകളുടെ ഒരു ഡിസ്പ്ലേ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു KL ടവർ, കോലാലംപൂർ ടവർ ലോകത്തെ 7ാമത്തെ ഉയരം കൂടിയ ടവറാണ്. പിന്നെ ലിഫ്റ്റ് വഴി നേരെ താഴേക്ക്. ഇത് ആക്ച്വലി മലേഷ്യൻ ഗവൺമെൻറ് ഒരു കമ്മ്യൂണിക്കേഷൻ ടവറാണ്. അവിടെ നിന്ന് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ അത്ര ഇല്ലെങ്കിലും 2 വീലേഴ്സൊക്കെ ഇഷ്ടം പോലെയുള്ളൊരു സ്ഥലമാണ് മലേഷ്യ. പിന്നെ ലൈറ്റ് മെട്രോ, മോണോ റെയിൽ അതുപോലുള്ള കുറേ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. കോലാലംപൂറിൻ്റെ സിറ്റി ടൂർ ചെയ്യാനായിട്ട് അവിടെ ഗവൺമെൻറ് വകയായിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കണ്ടു. ഇവിടെ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടാകണം നമ്മുടെ തിരുവനന്തപുരത്തും ഇതുള്ള ബസ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലെ പോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് ആണ് മലേഷ്യയിലും. അടുത്ത ഡെസ്റ്റിനേഷൻ മലേഷ്യയിലെ രാജാവിൻ്റെ കൊട്ടാരമാണ്. കൊട്ടാരത്തേക്കുള്ള ഒരു എൻട്രി ഇല്ല, പുറമേയുള്ള കാഴ്ചകൾ മാത്രം, ആ ഒരു ഗേറ്റിൻ്റെ അവിടെ വരെ മാത്രം. ടൂറിസ്റ്റുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ള സ്പെസിഫിക്കേഷനൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. ബാത്റൂം ഫെസിലിറ്റീസൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പുൽത്തകിടികളും ചെടികളൊക്കെയാണ് അവിടെ വച്ചിട്ടുള്ളത്. ഏതൊക്കെ രീതിയിൽ ടൂറിസത്തെ അവിടെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളത് കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. ഈ കൊട്ടാരത്തിൽ ഇപ്പോൾ താമസിക്കുന്നത് മലേഷ്യയിലെ രാജാവായ ഇബ്രാഹിം ഇബ്നി ഇസ്കന്ദറാണ്.
ട്രഡീഷണൽ വേഷത്തിലുള്ള ഒരു പട്ടാളക്കാരൻ അവിടെ കുതിരപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്കൊക്കെ അവിടെ വേണമെങ്കിൽ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം. ആൾക്കാരൊക്കെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വരെ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. നോ എൻട്രി എന്നുള്ളത് ഇംഗ്ലീഷിലും മലായ് ഭാഷയിലും അവിടെ വച്ചിട്ടുണ്ട്. 2011 പണി പൂർത്തിയാക്കിയ ഈ കൊട്ടാരം 244 ഏക്കറിലാണ് പടർന്നു കിടക്കുന്നത്. ഇത് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഗേറ്റാണ്. ഗേറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ നിൽക്കുന്നതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസ് അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് പിന്നെ സിറ്റിയൊക്കെ ഒന്നുകൂടെ കറങ്ങിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇത്രയും ചെടികളും മരങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടുത്തെ റോഡിലൊന്നും അങ്ങനെ വേസ്റ്റോ പൊടിപടലങ്ങളോ ചവറുകളോ ഒന്നും കാണുന്നില്ല. അത്രയും ക്ലീനാണ്. ഇതാണ് മലേഷ്യയിലെ ഫ്രീഡം മെമ്മോറിയൽ മോണുമെൻറ്റ്. ഇതാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം വരുന്നത്. ഇവിടെ കയറാനും പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ അങ്ങനെയൊന്നുമില്ല. ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും പിന്നെ അതുപോലെയുള്ള മലേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിലും കൊല്ലപ്പെട്ട ധീരദേശാഭിമാനികളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു മോണുമെൻ്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടുപുറകിലായിട്ട് ഫൗണ്ടനൊക്കെ വച്ചിട്ടുള്ളൊരു ഏരിയയും കൂടെയുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഇവയൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കിയേ, എത്ര ക്ലീനാണ്. ഇതൊരു വെങ്കല പ്രതിമയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമകളിൽ ഒരെണ്ണമാണിത്. മലേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. മലേഷ്യയിൽ നമ്മൾ കോലാലംപൂർ സിറ്റിയിൽ കൂടി എങ്ങനെ പോയാലും ഒരു KL ടവറും പെട്രോണാസ് ടവേഴ്സും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമായ മർദേക്ക 118ഉം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് 1884 പണിത ഒരു ഗോൾഫ് ക്ലബ്ബാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ലൈബ്രറിയും കൂടെ ഉള്ളത്. മലേഷ്യൻ സെൻട്രൽ ലൈബ്രറിയാണ്. മലേഷ്യൻ ലൈബ്രറിക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് മലേഷ്യയിൽ അങ്ങോളം. ഇന്ത്യക്കാർക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് മലേഷ്യ. അതിൻ്റെ ഭരണപക്ഷത്തൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യൻസൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് കോലാലംപൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഈ കെട്ടിടങ്ങൾ ബ്രിട്ടീഷ് കാലത്ത് ഉള്ളതാണെങ്കിലും ഇപ്പോഴും ഫങ്ഷനിങ് ആണ്. ഇപ്പോഴും ഇവിടുന്ന് ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സമുച്ചയത്തിന് അടുത്തായിട്ടൊരു പള്ളിയുണ്ട്, മോസ്ക്. പക്ഷേ അങ്ങോട്ടേക്ക് പൊതുജനത്തിന് അങ്ങനെ പ്രവേശനമില്ല. മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലുള്ളൊരു സ്ഥലമാണ് മലേഷ്യ. എന്നാലും എല്ലാവർക്കും ആരാധനാലയങ്ങളൊക്കെ പണിയാനും ഒക്കെയുള്ള ഫ്രീഡം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി ബാക്കിയുള്ള എപ്പിസോഡിൽ പറയുന്നതാണ്. ഈ വലതുവശത്ത് കാണുന്ന പുരാതനമായിട്ടുള്ള കെട്ടിടമാണ് സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗ്. ഇത് 1897 പൂർത്തിയാക്കിയത്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായിരുന്ന നോർമാനാണ് ഇതിൻ്റെയൊക്കെ ശില്പി. ഇതിന് തൊട്ടടുത്തായിട്ടാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ വരുന്നത്. 1857 മലേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവിടെയായിരുന്നു ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയത്. അന്നു മുതൽ എല്ലാ കൊല്ലവും ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ ഒഫീഷ്യലായിട്ട് നടക്കുന്നത്. ആ കാണുന്ന അബ്ദുൾ സമദ് ബിൽഡിംഗ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരങ്ങളിൽ ഒരെണ്ണമാണ് 95 മീറ്ററിലധികം ഉയരമുള്ള ഈ ഒരു കൊടിമരം.
ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ലൈബ്രറിയൊക്കെ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്ഥലമൊക്കെ അവിടുത്തെ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോക്കിക്കേ എന്ത് രസമാണ്. ആ ഒരു പഴമയുള്ള ബിൽഡിങ്സ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ബിൽഡിങ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു യൂറോപ്യൻ തെരുവുകളിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അതുവഴിയൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു ഏരിയയ്ക്ക് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. ഇതുപോലെയൊക്കെ ഇന്ത്യയിലും ചെയ്തിരുന്നെങ്കിൽ എന്ന് വെറുതെ കൊതിച്ചുപോയി. ഇത് ലൈബ്രറിയോട് ചേർന്നൊരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒരു ഏരിയയാണ്, പഴയതാ. അതിന് തൊട്ടടുത്തായിട്ടാണ് നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയവും വരുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഒത്തുകൂടുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയർ. ഫാമിലി ആയിട്ടൊക്കെ വന്നതിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. 88 ലക്ഷമാണ് ക്വാലലംപൂരിലെ ടോട്ടൽ പോപ്പുലേഷൻ കണക്കാക്കിയിട്ടുള്ളത്. കൂടുതൽ മലേഷ്യൻ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. ഇനി ഹോട്ടലിലേക്ക് പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്.